നമസ്കാരം. പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 17 നമുക്കിന്ന് പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അതുൽ, എൻ്റെ കൂടെ ഉള്ളത് സുവിത്താണ്. നമുക്ക് അപ്പോൾ എന്തായാലും നോക്കാം. ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ നടന്നൊരു പ്രമുഖ സംഭവമാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ടെലഗ്രാം എന്ന് പറയുന്ന ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പുണ്ട്. ആപ്പിന് പൂട്ട് വീണിരിക്കുകയാണെന്നുള്ള ഒരു വാർത്തയാണ് ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ മാധ്യമ ആപ്പിന്റെ പ്രവർത്തനം തടഞ്ഞു, പൂട്ട് വീണത് ടെലഗ്രാമിനാണ്. ഇതിന്റെ കാരണം നമ്മൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മുടെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ലീക്കായ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അത് ടെലഗ്രാം വഴിയാണ് ചോർന്നതെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ ഈ ഒരു നീറ്റ് പരീക്ഷ നടക്കുന്ന സമയത്ത് ആ ഒരു അനിശ്ചിതകാലത്തേക്ക് മാത്രം ഒരു താൽക്കാലികമായൊരു പൂട്ട് ടെലഗ്രാമിന് കൊടുത്തിരിക്കുക എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് ഞായറാഴ്ചത്തെ നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് ടെലഗ്രാം സാമൂഹ്യ മാധ്യമ ആപ്ലിക്കേഷന് താൽക്കാലിക വിലക്ക് നൽകിയിരിക്കുകയാണ്. ദേശീയ പരീക്ഷാ ഏജൻസിയുടെ ആവശ്യം പരിഗണിച്ചാണ് കേന്ദ്ര IT മന്ത്രാലയം തിങ്കളാഴ്ച വരെ ആപ്പിന്റെ പ്രവർത്തനം തടഞ്ഞത്. ചോദ്യചോർച്ച സംബന്ധിച്ച വ്യാജ പ്രചാരണവും തട്ടിപ്പും തടയാനുള്ള നടപടിയാണെന്നാണ് വിശദീകരണം. ഇതിനകം പോസ്റ്റ് ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്ത് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ ആപ്പിലെ എഡിറ്റിംഗ് സൗകര്യം 30 വരെ തടഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ടെലഗ്രാം അപ്പോൾ എന്തായാലും താൽക്കാലികമായിട്ട് തള്ളിയിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്തായാലും അതിനോടനുബന്ധിച്ചൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ വാദം തള്ളി വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. ടെലഗ്രാമിലെ സന്ദേശങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ സമയം വ്യക്തമായില്ലെന്നും അത് വ്യാജവിവരങ്ങൾ പ്രചരിക്കാനുള്ള പഴുതാണെന്നുമുള്ള NTA IT കാൺപൂർ ഡയറക്ടറേറ്റ് മഹീന്ദ്ര അഗർവാളിന്റെയും വാദം തള്ളി 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ്, മൂല്യനിർണ്ണയ രീതിയെയും പോർട്ടലിന്റെയും ഗുരുതര സുരക്ഷാ പിഴവുകൾ പുറത്തു കൊണ്ടുവന്ന നിസർഗ അധികാരിയും സാർത്ഥിക് സിദ്ധാന്തമാണ് എഡിറ്റ് ചെയ്യുന്നതിന്റെ സമയം വ്യക്തമാകുന്നതിന്റെ തെളിവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിലുള്ള ഒരു വാർ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പും പൂട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം ടെലഗ്രാം കുറച്ചുകൂടെ ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പായിട്ട് മാറിയിരിക്കുകയാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ അതുവഴി നടക്കുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ ഇല്ലീഗലായിട്ട് സിനിമ ഡൗൺലോഡ് ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പോലെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നതാവട്ടെ, ഇതെല്ലാം ടെലഗ്രാം വഴിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം പലതരത്തിലുള്ള PDF-കൾ അതൊക്കെ പകരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ബുക്കുകളുടെ PDF-കൾ ഇതൊക്കെ നമ്മൾ സ്പ്രെഡ് ആവുന്നത് ഈ ടെലഗ്രാം വഴി തന്നെയാണ്. അപ്പോൾ ടെലഗ്രാം അത്രയും അത്രയും സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വാള് തന്നെയാണ്. അപ്പോൾ നീറ്റ് UG പരീക്ഷ ഇപ്പം ആരംഭിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും ടെലഗ്രാം നിർത്തിവെക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം നമുക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ആപ്പ് ഇത്രയും കേപ്പബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ താൽക്കാലികമായി തടഞ്ഞു വെക്കുക എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാദം തന്നെയാണെന്ന് വേണം പറയാൻ. ടെലഗ്രാം പൂർണ്ണമായിട്ട് നിരോധിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം നമ്മൾ രണ്ടുപേരും സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു സിനിമ അത് ആൾക്കാർ ഡൗൺലോഡ് ചെയ്യണത് മിക്കവരും ടെലഗ്രാമിലാണ്. നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെ പേഴ്സണൽ പ്രീമിയം ഉണ്ട്, പക്ഷെ അത് ആരും യൂസ് ചെയ്യണില്ല. ഈ ടെലഗ്രാമിലൂടെയാണ്. അത് എത്രമാത്രം നഷ്ടമാണ് സിനിമക്കാർക്ക് ഉണ്ടാക്കണമെന്ന് അറിയാം. തിയേറ്ററിലും നഷ്ടം, OTT-യിലും നഷ്ടം. ശരിക്കും പറഞ്ഞ സിനിമയ്ക്ക് വലിയ ലാഭമൊന്നുമില്ല. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് കളയുക തന്നെയായിരിക്കും നല്ലത്. അതെ, തീർച്ചയായിട്ടും. അത് നമ്മള് സിനിമ മേഖലയ്ക്കും വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഇതിന് നിയമപരമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എപ്പോഴേ ടെലഗ്രാം നിരോധിച്ചേനെ. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു നിയമപരമായിട്ട് അവരെ തടയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ടെലഗ്രാം വഴി ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സിനിമയും സീരീസും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും പൈസ മുടക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യത്തിലാണ്, ഒരു കാരണം കൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഈ ടെലഗ്രാം പോലെയുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അവർ ഇല്ലീഗൽ ഒരു ആക്ടിവിറ്റിയാണ് അവർ ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവ് ചിലപ്പോൾ അവർക്ക് കാണില്ല. കാരണം ഇത് എല്ലാവരും ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു സിനിമ ഇറങ്ങുന്ന സിനിമ അനധികൃതമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന, തീർച്ചയായിട്ടും അതൊരു നമുക്ക് ഒരു ഇല്ലീഗൽ പ്രവൃത്തി തന്നെയാണെന്ന് വേണം നമ്മൾ കരുതാൻ. അതെ, കാരണം ടെലഗ്രാമിന് ബാൻ ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയത് എപ്പോഴാ, ജനനായകൻ സിനിമ ലീക്കായപ്പോൾ അത് ലീക്കായതിന്റെ പ്രിന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ ആർക്കും കിട്ടിയിട്ടില്ല. ഒക്കെ വെളിയിലുള്ളവർക്ക് കൂടുതൽ കിട്ടിയത്. കാരണം അപ്പോഴേക്കും അത് ടെലഗ്രാമിൽ ആക്ഷൻ എടുത്തു, ടെലഗ്രാമിൽ വരാൻ പാടില്ല എന്നുള്ളത്.
അപ്പൊ അങ്ങനെ പറ്റുകയാണെങ്കിൽ ഇത് എന്തായാലും പറ്റും. പക്ഷെ ഇവിടെ ഉള്ള സിനിമാക്കാരും മുതിരില്ല, അതിനുള്ള പൊളിറ്റിക്സ് എല്ലാം അതിൽ പ്രശ്നം തോന്നുന്നു. എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാനും നമുക്ക് പറ്റുന്ന ഇപ്പൊ മനസ്സിലായി. എന്തായാലും അങ്ങനെ ആവട്ടെ ഇനിയല്ല. എല്ലാരും മൂട്ടിൽ തീ പിടിച്ചാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്നുള്ളത് ഒരു ഉദാഹരണമാണ്. അടുത്തൊരു വാർത്ത നോക്കുകയാണെങ്കിൽ US ഇറാൻ കരാറിന് വിലങ്ങ് തടിയായി നെതന്യാഹു എന്നുള്ളൊരു വാർത്തയാണ്. ആക്രമണം തുടർന്ന് ഇസ്രായേൽ, ട്രംപ് അസന്തുഷ്ടൻ എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലെബനൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. ലണ്ടനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം നിർത്തണമെന്നുമുള്ള ഇറാൻ US കരാറിലെ വ്യവസ്ഥയാണ് ഈ ഒരു പ്രശ്നം. കരാറിൽ ഇസ്രായേൽ കക്ഷിയല്ലെന്നും ലെബനിൽ നിന്ന് പിന്മാറില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കിയതിനു പിന്നാലെ ഇന്നലെ തെക്കൻ ലെബനിലെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ US ഇറാൻ അവർ രണ്ടുപേരും തീരുമാനിച്ച് ഈ ഒരു യുദ്ധം നിർത്താൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിലും ഇതിനിടയിലുള്ള ഇസ്രായേലിന് അത് താല്പര്യമില്ല, അവർക്ക് യുദ്ധം തുടരാൻ തന്നെയാണ് താല്പര്യം എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യം എന്ന നിലയിൽ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കേണ്ടത് യുദ്ധം തടഞ്ഞു വെക്കാനാണ്. യുദ്ധത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്ന അമേരിക്ക തന്നെ ഈ ഒരു യുദ്ധം നിർത്താൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിലാണ് ഇത് അവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ലെബനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നിർത്തേണ്ടതാണ്. നമ്മൾ ഇങ്ങനെ പച്ചയ്ക്ക് നമ്മൾ നമ്മുടെ യുദ്ധക്കൊതി പുറത്ത് കാണിക്കരുതെന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഒരു യുദ്ധം നിർത്താൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വിനിയോഗിച്ച് യുദ്ധം നിർത്തുക തന്നെ വേണം എന്നുള്ളതാണ്. കാരണം യുദ്ധത്തിൽ വിജയികളോ പരാജയപ്പെട്ടവരോ ഇല്ല, എല്ലാവരും പരാജയപ്പെട്ടവരാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പരാജയം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം എന്നുള്ളതാണ്. ലെബനിലെ സാധാരണക്കാരായ ആൾക്കാരെ ആക്രമിച്ചത് കൊണ്ടോ അവിടെ രാസായുധം പ്രയോഗിച്ചത് കൊണ്ടോ ഒന്നും ആത്യന്തികമായിട്ട് നമ്മൾ ഒന്നും നേടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിന് പോലും തടുക്കാൻ പറ്റാത്തൊരു ശക്തിയായിട്ട് ഇസ്രായേൽ മാറിയോ എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. കാരണം നമുക്കറിയാം അമേരിക്കയിൽ ഇസ്രായേൽ ലോബി എന്നൊക്കെ പറയുന്നത് അത്രയും ശക്തമാണ്. അപ്പോൾ അവരുടെ കയ്യിലാണോ അമേരിക്ക എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഒരു പാവയാണ് ഇസ്രായേൽ എന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നോക്കുമ്പോൾ ഇസ്രായേലിന്റെ ഒരു പാവയായി അമേരിക്ക മാറുകയാണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. പിന്നെ അടുത്തൊരു ന്യൂസ് ആണ്, ഗുഡ് മോർണിംഗ് മെസ്സി, ഗുഡ് നൈറ്റ് ക്രിസ്ത്യാനോ. എല്ലാവർക്കും അറിയാം ഇന്ന് രാവിലെ അർജന്റീനയുടെ കളി ഉണ്ട് എന്നുള്ളത്, അൾജീരിയ ആയിട്ടുള്ള, വൈകുന്നേരം പോർച്ചുഗലായിട്ടുള്ള കളി. അപ്പോൾ ഈ ന്യൂസ് ഇന്നലത്തെയാണ്. പക്ഷെ ഇന്ന് രാവിലെ 6:30 എന്തായാലും അർജന്റീനയുടെ കളി തുടങ്ങി. അപ്പൊ കളി തുടങ്ങിയതിൽ അത്യാവശ്യം ഒരു 50 മിനിറ്റ് വരെ അർജന്റീന 1 ഗോളാണ് ഇട്ടത്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഷൂട്ടിന് കയറുമ്പോ തന്നെ 81 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് വീണ്ടും 2 ഗോള് അർജന്റീന ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും കളി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും അർജന്റീന 3 ഗോള് അടിച്ചിട്ടുണ്ട് ഞാൻ കയറുമ്പോ തന്നെ. അപ്പൊ മിക്കവാറും അർജന്റീന ജയിച്ചിട്ടുണ്ടാവണം. ആ ഒരു 7-8 മിനിറ്റും കൊണ്ട് എന്തായാലും അൾജീരിയക്ക് ഒരു 3 ഗോള് ഇടാനുള്ള ഒരു ടൈം എന്തായാലും കിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. പറയാൻ പറ്റില്ല, പക്ഷെ ഫുട്ബോളാണ് അതുകൊണ്ട്. അതെ, എന്തായാലും അർജന്റീനയ്ക്ക് നമ്മൾ ഉള്ള അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗംഭീര തുടക്കം തന്നെയാണ്. 3 ഗോളിൽ അവർ മുന്നിട്ട് നിൽക്കുകയും കളിയുടെ അവസാനം വരെ അവർ മുന്നിട്ട് നിന്നിട്ടുണ്ട്. ജയിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ. അതെ. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ കഫ് സിറപ്പിന് ഇനി കുറിപ്പടി നിർബന്ധം എന്നുള്ള വാർത്തയാണ്. അതായത് ചുമയ്ക്കുൾപ്പെടെയുള്ള സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ വിൽക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരോധിച്ചു. ചുമമരുന്ന് കഴിച്ച് രാജ്യത്തിനകത്തും പുറത്തുമായി 100-ലേറെ കുട്ടികൾ മരിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത്. 1000-ൽ താഴെയുള്ള ജനങ്ങളുള്ള ഗ്രാമങ്ങളിൽ വിൽപ്പനയ്ക്ക് അനുവദിച്ചിട്ടുള്ള ഇളവുകൾ പിൻവലിച്ചു. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസിലെ ഷെഡ്യൂൾ കെ വിഭാഗത്തിലുള്ള സിറപ്പുകൾ ഒഴിവാക്കി. ഇതോടെ രാജ്യത്തിന് ഇനി ഒരു സിറപ്പും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ വാങ്ങാൻ കഴിയില്ല എന്നുള്ള വാർത്തയാണ് വരുന്നത്. നമുക്കറിയാം ഈ സിറപ്പുകളൊക്കെ നമ്മൾ ഒരു കുട്ടികൾക്കൊക്കെ ഒരു ചുമ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പനി വരുമ്പോഴോ നമ്മൾ ഒരു ഡോക്ടറുടെ കുറിപ്പടി പോലും ഇല്ലാതെ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നതാണ് ഈ സിറപ്പുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഇത് മധുരമുള്ളതായതുകൊണ്ട് തന്നെ അവർക്ക് കുടിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല ഈ സിറപ്പുകൾ എന്ന കാര്യം. കാരണം കുട്ടികൾക്കുള്ളതാണ്, ഡോക്ടറുടെ കുറിപ്പടി പോലും വേണ്ടാതെ സുലഭമായിട്ട് ലഭിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഈ സമീപകാലത്തെ വാർത്തകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ നിരവധി കുട്ടികൾ ഇതുപോലെ സിറപ്പ് കഴിച്ച് മരിച്ചു, അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അതിനെ തുടർന്നാണ് ഇനി സിറപ്പുകളും ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ കിട്ടില്ല എന്നുള്ളത്. കാരണം ഒരുപാട് വ്യാജമായിട്ടുള്ള
സിറപ്പുകളും വിപണിയിൽ വന്നു. കാരണം ഇതൊരു അളവോ അല്ലെങ്കിൽ ഒരു നിബന്ധനയോ ഇല്ലാതെ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിപണിയിൽ വ്യാജന്മാരിറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന സിറപ്പുകൾ മാത്രമേ ഇനി വിൽക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുകയാണ്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ കുട്ടികളും പാവം കുട്ടികൾ മരിച്ചു പോകുന്നതിനേക്കാളൊക്കെ നല്ല അല്ലേ, അവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകും ഇത്തരത്തിലുള്ള സിറപ്പുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ. അപ്പം അതിനൊക്കെ അത് മാത്രമല്ല, ഈ സിറപ്പുകൾക്ക് കൃത്യമായിട്ട് ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ അളവിൽ കൂടുതൽ സിറപ്പുകൾ കൊടുക്കാനും അല്ലെ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. സിറപ്പുകൾക്ക് മധുരമുണ്ടെങ്കിലും കളറൊക്കെ ഉണ്ടെങ്കിലും അതും ആത്യന്തികമായിട്ട് മരുന്ന് തന്നെയാണ്. ഒരളവിൽ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെ അത് പ്രശ്നം തന്നെയാണ്. കാരണം സിറപ്പിൽ ഒരു സെഡക്ഷൻ സാധനം ഉണ്ടാവും. അപ്പൊ അത് കുടിച്ച് എങ്ങനെ പോയാലും ഉറങ്ങിപ്പോവും ഭയങ്കരമായിട്ട്. അപ്പൊ ചിലവർക്ക് ഡ്രൈ ആയിട്ട് മരണമൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതൽ. നീ വ്യാജം എന്ന് പറഞ്ഞപ്പോഴാണ്, എല്ലാത്തിലും വ്യാജമാണ്. ഇപ്പൊ സിഗരറ്റ് ഒക്കെ എടുത്ത് നോക്കിക്കോളൂ. എനിക്ക് പണ്ടൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ മാൾബോറോന്റെ സിഗരറ്റേ വലിക്കാറുള്ളൂ. അവനത് ഓൺലൈനിൽ മെയ്ഡ് ഇൻ USA എന്ന് പറഞ്ഞിട്ട് എഴുതണത് മാത്രമേ വലിക്കുള്ളൂ. അപ്പോ അതെന്താ വെച്ചാൽ അത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പോഴാണ് അവൻ പറയുമ്പോഴേ എനിക്കറിയണത് ഇന്ത്യയിൽ 3rd ക്വാളിറ്റിയെ കിട്ടാറുള്ളൂ എന്നുള്ളത്. ആ ഫസ്റ്റ് ക്വാളിറ്റിയിൽ അത് കോസസ് ക്യാൻസർ എന്ന് എഴുതുന്നുണ്ട്, 3rd ക്വാളിറ്റിയെ കിട്ടാറുള്ളൂ. ഇപ്പൊ അതിന്റെ വ്യാജനും ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ അത് തിരിച്ചറിയാത്ത രീതിയിൽ. അത് കേരളത്തിലാണ് കുറച്ച് കൂടുതലായിട്ട് ഉള്ളത്. കുറച്ച് തെക്കൻ കേരളത്തിലാണ് വ്യാജം കൂടുതൽ, വടക്കു ഭാഗത്ത് കുറച്ച് കമ്മിയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല. ഭയങ്കര ലോക്കൽ സാധനങ്ങൾ ഇപ്പോൾ സിഗരറ്റിന്റെ വരുന്നുണ്ട്. അതിനാണെങ്കിൽ വിലയുണ്ട്, 20-22 രൂപയുണ്ട്. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, മുദ്രാവാക്യം തിരിച്ചടിച്ചെന്ന് പി രാജീവ്. അതായത് മറ്റാരുണ്ട് എന്നുള്ള ഒരു മുദ്രാവാക്യം പാളി എന്നുള്ളതാണ്. അതായത് വെള്ളാപ്പള്ളി വിഷയത്തിൽ വീഴ്ച പറ്റി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉടനടി നടപടി വേണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് മറ്റാരുണ്ട് എന്നുള്ള രീതിയിലുള്ള LDF അല്ലാതെ അല്ലെങ്കിൽ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ CPM-ന് വീഴ്ച പറ്റിയെന്നും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അരിക്കോട്ട് നടന്ന EMS-ന്റെ ലോകം സെമിനാറിലെ ഓപ്പൺ ഫോറത്തിലായിരുന്നു ഈ സ്വയ വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു മുദ്രാവാക്യം മുഴക്കിയത്, LDF-ന്റെ ആ ഒരു മുദ്രാവാക്യം തിരിച്ചടിയായെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഈയിടയ്ക്ക് വിമർശിച്ചിരുന്നു പാർട്ടിയെ. അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് നടപടിയെടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഇപ്പോൾ CPI അല്ലെങ്കിൽ CPM പാർട്ടിക്ക് ഉണ്ടായിരിക്കുകയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് അതും ജനങ്ങൾക്ക് മേൽ CPI അല്ലെങ്കിൽ LDF പാർട്ടിക്കെതിരെ ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാവാൻ കാരണമായി എന്നുള്ള രീതിയിലാണ് ആ ഒരു യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് അരീക്കോട്ട് നടന്ന EMS-ന്റെ ലോകം സെമിനാറിലെ ഓപ്പൺ ഫോറം പരിപാടിയിൽ വെച്ചിട്ടായിരുന്നു. അതായത് പുതിയ കാലത്തിനനുസരിച്ചുള്ള പ്രചാരണ രീതികൾ സ്വീകരിക്കുന്നതിൽ പാളിച്ചയുണ്ടായി, പാർട്ടി രീതികൾ മാറണം, ഒരു പ്രശ്നം സംബന്ധിച്ച് കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് വരുമ്പോഴേക്കും ആ പ്രശ്നം തീർന്നിട്ടുണ്ടാകും, ദീർഘകാല പ്രഭാഷണങ്ങളാകാതെ പാർട്ടി ക്ലാസ് പുതുതലമുറയ്ക്ക് സ്വീകാര്യമാകുന്ന രീതിയിലേക്ക് മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി പാർട്ടിയുടെ പഴഞ്ചൻ രീതികൾ മാറ്റി പുതിയ രീതികൾ കൊണ്ടുവരണമെന്നുള്ള ഒരു തിരിച്ചറിവ് എന്തായാലും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് പാർട്ടികൾക്ക് ഇനി പുതുതലമുറയിലെ ജനങ്ങളെ കൂടി അല്ലെങ്കിൽ പുതുതലമുറ കുട്ടികളെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം ഇനി പാർട്ടി പരിപാടികൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രചരണങ്ങൾ, പാർട്ടിയുടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും എല്ലാം അത്തരത്തിലായിരിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് എന്തായാലും ഇതിന്റെ നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം 10 വർഷം കഴിഞ്ഞ് വലിയൊരു പരാജയത്തോടെയാണ് നമ്മുടെ LDF സർക്കാർ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്, പാർട്ടിയിൽ തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണെന്ന് വേണം പറയാൻ. അടുത്തൊരു ന്യൂസാണ്, സ്വത്തിന് വേണ്ടിയിട്ട് മകൻ അച്ഛനെ ഭ്രാന്താശുപത്രിയിലാക്കി. ഇതാ ഞാൻ ഫോട്ടോ സഹിതം കാണിച്ചു തരാം. ഇവനെ കാണിക്കാണ്ടിരുന്ന എനിക്ക് കുറച്ച് കുത്തലുണ്ടാവും. ദീപു മോഹൻദാസ് ആണ് ഇവൻ. എന്ത് വലിയ ചെറ്റയാണ്. സ്വത്തിന് വേണ്ടിയിട്ട് അച്ഛനെ ഭ്രാന്താശുപത്രിയിലാക്കി. അതോ അങ്ങനെയല്ല, അവന്റെ കൂട്ടുകാര് ഒരു 5 പേരുണ്ട്, 27 വയസ്സുള്ളൂ. സ്വത്തിന് വേണ്ടിയിട്ട് അച്ഛനെ ഭ്രാന്താശുപത്രിയിലാക്കി എന്നുള്ളത് എങ്ങനെയായാലും നിന്റെ അച്ഛന്റെ സ്വത്ത് നിനക്കെന്നല്ലാതെ വരുള്ളൂ, ഒറ്റ മകനേ ഉള്ളൂ എന്ന്. 27 വയസ്സാണ്. സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവിനെ തട്ടിക്കൊണ്ടുപോയി മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കാനും മകനും സുഹൃത്തും അറസ്റ്റിലായി. തോപ്രാൻകൊടി കൊച്ചുപറമ്പിൽ ദീപു മോഹൻദാസ് 27 വയസ്സാണ് കേട്ടോ.
സുഹൃത്ത് പാലക്കാട് സ്വദേശി മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇത് കൂട്ടുകാരെ മൂപ്പിച്ച് തന്നെയായിരിക്കും മിക്കപ്പോഴും. കേസിൽ പാലക്കാട് സ്വദേശികളായ മറ്റ് 3 പേരും കൂടി പിടിയിലാകാനുണ്ട്. തോപ്രാംകുടി പടമും കൊച്ചുപറമ്പിൽ KK മോഹൻദാസ് 56 വയസ്സാണ് കേട്ടോ. കാറിലെത്തിയ മകൻ ദീപുവിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘം കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് സമീപത്തു നിന്നാണ് വെള്ളിയാഴ്ച തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് മോഹൻദാസിന്റെ സഹോദരി KK ഷൈല ഇടുക്കി പോലീസ് പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് മുണ്ടൂരിലുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിൽ മാനസികാരോഗ്യ ചികിത്സയ്ക്കായി മോഹൻദാസിനെ എത്തിച്ചതായി കണ്ടെത്തി. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ അറവുമാടുകളുടെ വരവ് വീണ്ടും ആരംഭിച്ചു. ഇറച്ചിക്ഷാമത്തിന് താൽക്കാലം വിരാമം എന്നുള്ള വാർത്തയാണ്. അതായത് നമുക്കറിയാം ഈ പശ്ചിമേഷ്യൻ യുദ്ധമൊക്കെ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ കണ്ടിരുന്നു ഈ ഇറച്ചിക്ഷാമം ഒരുപാട് വലിയ രീതിയിൽ കൂടി. അപ്പം തന്നെ എല്ലാ തരം ഇറച്ചികളുടെയും വില കൂടി, നമ്മുടെ ചിക്കന്റെ വരെ വില കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെന്തായാലും ഒരു താൽക്കാലിക ആശ്വാസം വന്നിരിക്കുകയാണ്. ഈ അറവുമാടുകളുടെ വരവ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഈ അറവുമാടുകളുടെ വരവ് വീണ്ടും ആരംഭിച്ചതോടെ ഇറച്ചിക്ഷാമത്തിന് താൽക്കാലിക വിരാമമായി. അതേസമയം വില മുകളിലേക്ക് തന്നെ എന്നുള്ള വാർത്തയാണ്. ഓക്കെ, അപ്പം എന്തായാലും വരവ് മാത്രമേ കൂടിയിട്ടുള്ളൂ, വില ഇപ്പോഴും മുകളിൽ തന്നെയാണ്. അതായത് ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച അറവുമാടുകളുടെ വരവ് കുറഞ്ഞിരുന്നു. അതോടെ ഒരു വിഭാഗം വ്യാപാരികൾ ഇറച്ചിക്കടകൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ അടച്ചിട്ടിരുന്നു. എന്നാൽ ഇങ്ങനെ കച്ചവടം നിർത്തിയതോടെ 2 ജില്ലകളിലേക്ക് എത്തിയിരുന്ന അറവുമാടുകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഒരു വിഭാഗം അതുപോലെ തന്നെ ഇതിനോടൊപ്പം ആന്ധ്രയിലെ അനന്ത്പൂരിൽ നിന്നുള്ള വലിയ ട്രെയിലറുകളിൽ അറവുമാടുകളെ എത്തിക്കുന്നുമുണ്ട്. അപ്പം ബൾക്കിന് കേരളത്തിലേക്ക് അറവുമാടുകളുടെ ഇങ്ങനെ അല്ലെങ്കിൽ വരവ് കൂടിയിരിക്കുകയാണ്. പക്ഷേ അത് ഇറച്ചിയാക്കി മാറ്റി വിൽക്കുമ്പോൾ എന്തായാലും വിലയ്ക്ക് ഒരു കുറവുമില്ല. അത് വ്യാപാരികൾ തന്നെയാണ് ഇനി തീരുമാനിക്കേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി പതുക്കെ വില കുറഞ്ഞു തുടങ്ങുമെന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ മാടൊന്നിന് 82,000 രൂപ വില, അത്രയും രൂപ വരെ നൽകിയാണ് ആൾക്കാർ ഇറച്ചി അല്ലെങ്കിൽ അറവുമാടിനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറയേണ്ടതുണ്ട്, അതിനകത്തൊരു കുറവ് വരേണ്ടതുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം നമ്മൾ ഇപ്പം ആ കൊണ്ടുവരുന്ന വണ്ടിയിൽ ഇന്ധന ചെലവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫുഡ്, ഈ അറവുമാടുകളുടെ ഫുഡിന്റെ ചെലവ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ അതിനൊന്നും ഇപ്പോഴും വില കുറഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വരവ് കൂടിയാലും ഇതിന്റെ വില കുറയാൻ സാധ്യതയില്ല എന്ന് വേണം കരുതാൻ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആത്യന്തികമായിട്ട് തിരിച്ചടിക്കാൻ പോകുന്നത് ഇവരെ തന്നെയായിരിക്കും. കാരണം ഈ വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പൊ ഇത്രയും ബൾക്കിനുള്ള അറവുമാടുകൾ വരുമ്പോൾ അത് വിൽക്കാൻ കഴിയാതെ കൂട്ടിയിടേണ്ടി വരും. അവസാനം അവർക്ക് തന്നെ വില കുറച്ച് വിൽക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇത് എങ്ങനെയായിരിക്കും, ഇതിന് ഈ ഇറച്ചിയുടെയും മറ്റ് നോൺ വെജ് ഫുഡിന്റെയൊക്കെ വില എങ്ങനെയായിരിക്കും ഇനി കേരളത്തിൽ മാറുക എന്നുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ കെട്ടിടം താവളമാക്കി വവ്വാലുകൾ എന്നുള്ളതാണ്. നമുക്കറിയാം നിപ ഇപ്പോൾ പടർന്നു പിടിക്കുകയാണ്. നിപ രോഗം ഇങ്ങനെ പതുക്കെ തലപൊക്കി തുടങ്ങി എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. കാരണം മഴക്കാലം എത്തിയതോടെ നിപ, അതുപോലെ തന്നെ ഷിഗല്ല, അതുപോലെ തന്നെ കോമൺ വൈറൽ പനി ആകട്ടെ എല്ലാം പതുക്കെ തലപൊക്കി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കോട്ടയം പ്രാവട്ടത്താണ് ഇതുപോലെ ഒരു ആളൊഴിഞ്ഞ കെട്ടിടം മുഴുവൻ വവ്വാലുകൾ കൈയടക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നിപ പടർത്തുന്നത് തന്നെ വവ്വാലുകളാണ്. അപ്പോൾ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഇത്രയും കൂടുതൽ വവ്വാലുകൾ താവളമാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ആശങ്ക ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു വവ്വാലിനോ അല്ലെങ്കിൽ ഒക്കെ നിപ വൈറസ് ഉണ്ടായാൽ മതി, നമുക്ക് അവിടുത്തെ ഒരു ജനങ്ങളെ മൊത്തത്തിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് പ്രാവട്ടത്ത് 10 വർഷത്തിലേറെയായി ആൾതാമസമില്ലാതെ കിടക്കുന്ന കെട്ടിടത്തിൽ വവ്വാൽ കൂട്ടങ്ങൾ കൂടുകൂട്ടിയിരിക്കുകയാണ്. പ്രാവട്ടം ജംഗ്ഷന് സമീപത്തെ കെട്ടിടത്തിലാണ് വർഷങ്ങളായി വവ്വാലുകൾ താമസമായിരിക്കുന്നത്. നാട്ടുകാർ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. സെല്ലാർ നിർമ്മാണത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിലാണ് വവ്വാലുകൾ കൂടുകൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെല്ലാറിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളത്തിലേക്കാണ് വവ്വാലുകളുടെ വിസർജ്യം വീഴുന്നത്. മുൻപ് നാട്ടുകാരുടെ പരാതി പെരുകിയപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ പടക്കം പൊട്ടിച്ചുവയെ തുരത്തുകയും കെട്ടിടത്തിന്റെ പ്രവേശന കവാടം വല ഉപയോഗിച്ച് അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാലും വവ്വാലുകൾ വീണ്ടും തിരിച്ചെത്തി വീണ്ടും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണെന്ന് വേണം കരുതാൻ. കാരണം കോട്ടയം പ്രാവട്ടം പോലെയുള്ള ആൾത്തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വവ്വാലുകൾ വലിയ തോതിൽ താമസമാക്കുന്നതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും ആരോഗ്യവകുപ്പ് തന്നെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. അതെ, കൊറോണ പോലെയല്ല നിപ്പ സ്പോട്ടിൽ തട്ടിപ്പോവും, അത് ഉറപ്പാണ്. അതെ. അടുത്ത ന്യൂസാണ്
ഹിറ്റായി പ്രിയദർശിനി പ്രയാണം. അതായത് എല്ലാവർക്കും അറിയാം ഓർഡിനറി ബസ്സിൽ ഇന്നലെ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ട് ആദ്യം മുതൽ അവസാനം വരെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. 9,000 പേരാണ് ഇന്നലെ വൈക്കത്ത് മാത്രം സ്ത്രീകൾ ബസ്സിൽ കയറിയത്ര. ഇത് ഫ്രീ ആയതും കൊണ്ടാണോ അതോ ഫ്രീ ആയി കിട്ടിയതും കൊണ്ട് ബസ്സിൽ പോവാന്ന് വിചാരിച്ചതും കൊണ്ടാണോ അത് വെറുതെ ഇരിക്കണം കൊണ്ട് ബസ് കയറിയതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഉടനെ തന്നെ ഫ്ലോപ്പ് ആവുന്ന ഏകദേശം ഉറപ്പായി. അതെ, നമുക്കൊരു കുറച്ച് എന്റർടൈൻമെന്റ് വാർത്ത നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏറ്റവും മലയാളി സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഒടിയൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഒടിയൻ സിനിമ, നമുക്കറിയാം നമ്മുടെ മോഹൻലാൽ ഫാൻസിനൊക്കെ ഒരു ട്രോമ നൽകിയ ഒരു സിനിമയാണ് ഈ ഒടിയൻ സിനിമ എന്ന് പറയുന്നത്. അതൊരു ഹർത്താൽ ദിവസം റിലീസായിട്ട് നല്ല ഓർമ്മയുണ്ട്. അതെ, അത്രയും ട്രോമ നൽകിയ ഒരു സിനിമ ഈ ഇടയ്ക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇപ്പോൾ വീണ്ടും ഒടിയൻ എന്ന പേരിൽ വീണ്ടും വരികയാണ്. പക്ഷെ ഇത്തവണ വരുമ്പോൾ അതിനൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ഉണ്ട്. കാരണം നമ്മുടെ രാഹുൽ സദാശിവനാണ് നമ്മുടെ ഭൂതകാലത്തിന്റെയും അതുപോലെ തന്നെ പ്രമയുഗത്തിന്റെയും ഒക്കെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ സദാശിവനാണ് ഇതിന്റെയും ഡയറക്ടർ. അതുകൂടാതെ തന്നെ മലയാളത്തിലെ ഇപ്പോൾ ഏറ്റവും നല്ല ലൈനപ്പുള്ള, മലയാളത്തിന് തന്നെ ഏറ്റവും ടോപ്പ് സ്റ്റാർ ആയിട്ടുള്ള പൃഥ്വിരാജാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം രാഹുൽ സദാശിവൻ എക്സ്പെരിമെന്റിന്റെ ആളാണ്. പൃഥ്വിരാജും അതുപോലെ തന്നെ സ്റ്റാർഡമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ എക്സ്പെരിമെന്റിന് എപ്പോഴും തയ്യാറായി നിൽക്കുന്നൊരു നായക നടനാണ്. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉറപ്പായിട്ടും കാണും. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു ചെറിയ പടമല്ല. അദ്ദേഹത്തിന്റെ ബ്രഹ്മയുഗം പോലെയോ അല്ലെങ്കിൽ ഭൂതകാലം പോലെയോ ഒന്നും, ഡൈസറെ പോലെയോ ഒന്നും ഒരു ചെറിയ പടമല്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ധർമ്മ പ്രൊഡക്ഷൻസ് ആണ്, ബോളിവുഡിലെ. മലയാള സിനിമ എടുക്കണമെങ്കിൽ അതെ, ഇന്നലെ മൊത്തത്തിൽ എല്ലാവരും ഞെട്ടിയ ഒരു സിനിമ പ്രഖ്യാപനമായിരുന്നു. ഷാറുഖ് ഖാനെ വെച്ച് മാത്രമേ കരൺ ജോഹർ പ്രൊഡ്യൂസ് അല്ല സംവിധാനം ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്റ്റാർ കിഡ്സിനെ വെച്ച് മാത്രമേ കരൺ ജോഹർ എടുക്കാറുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്. എന്തായാലും പക്ഷെ ആള് ധർമ്മ പ്രൊഡക്ഷൻസിന്റെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ മലയാളം പ്രൊഡക്ഷൻ ആയിരിക്കും ഇത്. അപ്പം ബിഗ് ബഡ്ജറ്റ് പടമാണെന്നുള്ളത് ഇവരുടെ വരവോട് തന്നെ ഉറപ്പായി കഴിഞ്ഞു തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മഞ്ജു വാര്യരും ഈ പടത്തിൽ പ്രമുഖ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ നമുക്കറിയാം, മഞ്ജു വാര്യർ മറ്റേ ഒടിയനിലും ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും ആവില്ല എന്ന് തന്നെ കരുതല്ലേ. കാരണം ഡയറക്ടർ അത്ര പ്രോമിസിംഗ് ആണ്, നായകനും അത്രയും പ്രോമിസിംഗ് ആണ്. എന്തായാലും അങ്ങനെയൊന്നും ആവില്ല എന്ന് കരുതാം. പക്ഷെ ഇന്നലത്തെ ഒരു പ്രമുഖ വാർത്ത തന്നെയായിരുന്നു. പോസ്റ്റർ എന്തായാലും വൈറലായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഒരുപാട് ഫാൻ മെയ്ഡ് പോസ്റ്ററുകളും ഈ ഒടിയൻ സിനിമയെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പം എന്തായാലും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് മലയാളി കാത്തിരിക്കുകയാണ്, മലയാളികൾ എന്ന് വേണം പറയാൻ. അതെ, അപ്പോൾ സ്പോർട്സ് വാർത്തകളിലേക്ക് ഇനി കടന്നു കഴിഞ്ഞാൽ, സ്പോർട്സ് വാർത്തകളിൽ പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ഇന്നലെ ഗ്രൂപ്പ് ജിയിലെ ആദ്യ മത്സരത്തിൽ ബെൽജിയത്തെ വിറപ്പിച്ച് ഈജിപ്റ്റ് എന്നുള്ളൊരു വാർത്തയാണ്. നമുക്കറിയാം ഈജിപ്റ്റ് എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ലോകകപ്പിൽ അത്ര പ്രശസ്തി ആർജിച്ച ഒരു ടീമൊന്നും അല്ല. ഒരു താരതമ്യേന ചെറിയ ടീം തന്നെയാണ്. പക്ഷെ വർഷങ്ങളായിട്ട് കളിക്കുന്നുള്ളൊരു ടീം തന്നെയാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അവർ ബെൽജിയത്തെയാണ് വിറപ്പിച്ചിരിക്കുന്നത്. ബെൽജിയം നമുക്കറിയാം അത്രയും, അല്ലെങ്കിൽ ഒരു പ്രമുഖ ടീം തന്നെയാണ് ലോകകപ്പിൽ. ഒരു ബെൽജിയത്തിന്റെ കൂടെ ഒരു കളി എന്നൊക്കെ പറയുമ്പോൾ കാണാൻ ആൾക്കാരുള്ള ഒരു ടീം തന്നെയാണ്. അപ്പോൾ ബെൽജിയത്തിനെ സമനിലയിൽ കുരുക്കിയിരിക്കുകയാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ആദ്യമായി ഫിഫ ലോകകപ്പ് കളിച്ച ടീമെന്ന നേട്ടം കൊമ്പന് നെറ്റിപ്പട്ടമെന്ന പോലെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടിനടുത്തായെങ്കിലും ലോകകപ്പ് വേദിയിൽ ഒരു മത്സരം പോലും ജയിച്ചു മടങ്ങാൻ ഈജിപ്തുകാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നല്ല ചീത്തപ്പേര് ഇത്തവണ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണ്. ബെൽജിയത്തിനെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ മുഹമ്മദ് സാലയും സംഘവും നൽകിയത് ആദ്യ പകുതിയിൽ ലീഡ് നേടുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ സെൽഫ് ഗോൾ വഴങ്ങി 1-1 സമനിലയിൽ പിരിയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം എന്തായാലും ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്നിട്ട് രണ്ടാം പകുതിയിൽ ഒരു സെൽഫ് ഗോൾ അടിച്ച് അവർ തന്നെ സമനിലയായതാണ്. അപ്പം അവർ തന്നെയായിരുന്നു ഇന്നലത്തെ കളിയിൽ തീരുമാനിച്ചതെന്ന് വേണം പറയാൻ. എന്തായാലും അത് നല്ലൊരു ഇതായിരുന്നു. ഈ സെൽഫ് ഗോളൊക്കെ ലോകകപ്പിൽ അടിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം അറിയാലോ, സെൽഫ് ഗോൾ എപ്പോഴും പിറക്കുന്നത് പിഴവുകൾ കൊണ്ടാണ്. ലോകകപ്പിൽ കളിക്കുന്ന ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പിഴവുകളൊന്നും വരാതെ നോക്കേണ്ടതാണെന്ന് വേണം പറയാൻ.
പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തവണ അങ്ങനെ സെൽഫ് ഗോൾ അതെ വീടുണ്ട് തോന്നണം. അങ്ങനെ ഒരു കളി ഓർമ്മയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തോന്നണം കൊച്ചിയിൽ നടന്ന ഒരു കളിയിൽ. അതെ, എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പം ലോകകപ്പിലെ എല്ലാ ടീമുകളുടെ മത്സരവും ഭൂരിഭാഗം ടീമുകളുടെ മത്സര ഫലവും സമനിലയിലാണ് വിരിയുന്നത്. ഒന്നുകിൽ 1-1, 2-2 ആ ഒരു രീതിയിലാണ്. അത് കാരണം എനിക്ക് തോന്നുന്നു തുല്യ ശക്തികൾ തമ്മിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും 1-1, 2 ആ ഒരു രീതിയിലാണ് ഇപ്പോ എല്ലാത്തിന്റെയും മത്സരഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം. സമനില കൂടുതലാണ്. അതെ, ഇപ്പൊ തന്നെ ഈ ഈജിപ്റ്റ് ബെൽജിയം മത്സരത്തിൽ 1-1, അതുപോലെ തന്നെ ഇറാൻ ന്യൂസിലൻഡ് മത്സരവും 2-2 പിരിഞ്ഞത്. അതുപോലെ തന്നെ സൗദിയും ഉറുഗ്വേയും തമ്മിൽ നടന്ന മത്സരവും സമനില 1-1. ബ്രസീലും സമനില. അതെ, ബ്രസീലും സമനിലയിൽ 1-1 പോയിരിക്കുന്നത്. അപ്പോ എന്തോ ഒരു അല്ലേ എല്ലാം 1-1 സമനിലകളിലാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ഇന്ന് രാത്രി 10:30 ഇറങ്ങുന്നത് നമ്മുടെ പോർച്ചുഗൽ ടീം ഇറങ്ങുകയാണ്. നമ്മുടെ പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹം 1 vs 11 എന്നാണ് നമ്മുടെ പോർച്ചുഗീസിന്റെ എല്ലാ കളിയിലും അങ്ങനെയാണ് പറയുന്നത്. ക്രിസ്ത്യാനോയും ബാക്കി 11 പേരും എന്നുള്ളതാണ്. പോർച്ചുഗലിലാണ് ഇന്നത്തെ കളിയിൽ 10:30. എതിരാളികൾ എന്ന് പറയുന്നത് കോങ്കോയാണ്. കോങ്കോ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു രാജ്യമാണ്. ഓർമ്മയില്ല അങ്ങനെ. അതെ, അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ക്രിസ്ത്യാനോയ്ക്ക് നല്ല ഓടി കളിക്കാനുള്ള നല്ല സ്ഥലം തന്നെയാണ്, ഷോ ഓഫ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണെന്ന് ഇവിടെ കരുത്. അപ്പൊ ഇന്ന് എത്ര ഗോളുകൾ പിറക്കും, എത്ര ഗോളുകൾ അടിക്കും, എത്ര ഗോളുകൾ ക്രിസ്ത്യാനോ അടിക്കും എന്നുള്ളതൊക്കെ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അർജന്റീന മത്സരം കഴിഞ്ഞ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേരെ കാണാൻ പോകുന്ന മത്സരം ഈ ഒരു പോർച്ചുഗലിന്റെ മത്സരമായിരിക്കും. അത് നമുക്ക് നല്ല സമയമാണ്. 10:30 എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ഒരുപാട് രാത്രി അല്ല. അപ്പോൾ ആൾക്കാർക്ക് കാണാനും നല്ല പറ്റിയ സമയം തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിന് കേരളം ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് കണ്ടറിയാം എങ്ങനെ വരുമെന്ന്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടെലഗ്രാം ഇന്ത്യയിൽ നിരോധിച്ചു എന്നുള്ളതാണ്. അതായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു എന്ന വാർത്തയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വീണ്ടും വാർത്തകളുമായി കാണാം.